ഹായ് ഫ്രണ്ട്സ്, ഇനി നമ്മൾ നോക്കുന്നത് ഡൈക്രോമെട്രിയാണ്. അതായത് റിഡോക്സ് ടൈട്രേഷൻസിൽ ഉള്ള രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനിൽ രണ്ടാമത്തെ എക്സാമ്പിൾ മുമ്പ് നമ്മൾ പറഞ്ഞത് പെർമാംഗനോമെട്രിക് ടൈട്രേഷൻസ് ആണ്. ഡൈക്രോമെട്രി എന്താണെന്ന് നോക്കാം. These are titrations in which potassium dichromate is used as the oxidizing agent in acidic medium. പെർമാംഗനോമെട്രിക് ടൈട്രേഷൻസിൽ നമ്മൾ KMnO4 പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഉപയോഗിച്ചായിരുന്നു ചെയ്തിരുന്നത്. അവിടെ അത് ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്തിരുന്നു. അതേപോലെ ഇവിടെ പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ഉപയോഗിച്ച് നമ്മൾ റിഡോക്സ് ടൈട്രേഷൻസ് നടത്തുവാണെങ്കിൽ അത്തരം ടൈട്രേഷൻസ് ആണ് ഡൈക്രോമേറ്റ് ടൈട്രേഷൻസ്. പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ഓക്സിഡൈസിങ് ഏജന്റ് ആണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതിന് റിഡക്ഷൻ ആണ് സംഭവിക്കുന്നത്. അതിനകത്തുള്ള ക്രോമിയം അയോൺ അതിന്റെ +6 ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ നിന്ന് കുറഞ്ഞ് +3 സ്റ്റേറ്റിലേക്ക് മാറുന്ന ഒരു റിയാക്ഷനാണ് ഇവിടെ നടക്കുന്നത്. പൊട്ടാസ്യം ഡൈക്രോമേറ്റിൽ ക്രോമിയം +6 is converted to chromium +3 by the acceptance of 3 electrons. മുൻപ് പറഞ്ഞതുപോലെ ഈ ഒരു റിയാക്ഷനും നടക്കണമെങ്കിൽ അസിഡിക് മീഡിയം നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. either it may be sulfuric acid or through hydrochloric acid. ഇവിടെ കൂടുതലായിട്ടും നമ്മൾ സൾഫ്യൂരിക് ആസിഡ് തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ മറ്റൊരു പ്രത്യേകത, പൊട്ടാസ്യം ഡൈക്രോമേറ്റ് നേരിട്ട് നമുക്ക് ടൈട്രേഷൻസിലേക്ക് ഉപയോഗിക്കാം. അത് പ്രൈമറി സ്റ്റാൻഡേർഡ് ആയിട്ട് നമുക്കെടുത്ത് ഉപയോഗിക്കാവുന്ന സബ്സ്റ്റൻസ് ആണ്. നോക്കിക്കേ, പൊട്ടാസ്യം ഡൈക്രോമേറ്റും നമ്മൾ മുൻപ് പറഞ്ഞ മോർസോൾട്ടുമായിട്ടുള്ള ടൈട്രേഷന്റെ ഇക്വേഷൻ ആണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പൊട്ടാസ്യം ഡൈക്രോമേറ്റ് അവിടെ ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യും, അതിന് റിഡക്ഷൻ സംഭവിക്കും. നമ്മൾ പറഞ്ഞിരുന്നു പൊട്ടാസ്യം ഡൈക്രോമേറ്റ് എപ്പോഴും പൊട്ടാസ്യം പെർമാംഗനേറ്റിനെ പോലെ ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ അതിന് റിഡക്ഷൻ ആണ്. ഇവിടെ ക്രോമിയം +6 സ്റ്റേറ്റിലാണ്. അവിടെ നിന്ന് അത് 3 ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് അത് ക്രോമിയം 3+ ആയിട്ട് റെഡ്യൂസ് ചെയ്യപ്പെടും. ദെൻ ഓക്സിഡേഷൻ നടക്കുന്നത് തൊട്ടടുത്ത ആൾക്ക്, അതായത് മോർസോൾട്ട് ആണെങ്കിൽ മോർസോൾട്ടിൽ ഫെറസ് അമോണിയം സൾഫേറ്റ് ആണ്, അപ്പം Fe2+ ആയിട്ടിരിക്കും. അത് റെഡ്യൂസിങ് ഏജന്റ് ആണ്, ദാറ്റ് ഇറ്റ് സെൽഫ് അണ്ടർഗോ ഓക്സിഡേഷൻ. അപ്പം Fe2+ ഒരു ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തിയിട്ട് Fe3+ ആയിട്ട് മാറും. അതിന്റെ ഓവറോൾ റിയാക്ഷൻ ആണ് ആ ഡൈക്രോമെട്രിക് റിയാക്ഷന്റെ ടൈട്രേഷന്റെ ഓവറോൾ റിയാക്ഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് രണ്ടായിട്ട് കാണിക്കാം. ഇതതിന്റെ റിഡക്ഷൻ ഹാഫ് സെൽ പാർട്ടും ഇതതിന്റെ ഓക്സിഡേഷൻ പാർട്ടും. ദെൻ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഉപയോഗിച്ച് ചെയ്യുന്ന ടൈട്രേഷൻസിൽ നിന്ന് ഇതിനൊരു വ്യത്യാസമുണ്ട് ഡൈക്രോമെട്രിക്ക്. അതായത് ഇവിടെ നമ്മളൊരു എക്സ്റ്റേണൽ ഇൻഡിക്കേറ്റർ ഉപയോഗിക്കണം. പെർമാംഗനോമെട്രിയിൽ ഞാൻ പറഞ്ഞു എൻ പോയിന്റിന് ശേഷം MnO4- ഫ്രീ ആയിട്ട് വരുന്നത് കൊണ്ട് തന്നെ അതിനൊരു പർപ്പിൾ കളർ ഉണ്ട്. അപ്പം ആ ഒരു സൊല്യൂഷൻ ഒരു ലൈറ്റ് പിങ്ക് കളർ കിട്ടുകയും നമുക്ക് എൻ പോയിന്റ് ഐഡന്റിഫൈ ചെയ്യുകയും ചെയ്യാം. എന്നാൽ ഡൈക്രോമെട്രിയിൽ അത് പറ്റില്ല. ഡൈക്രോമെട്രിയിൽ എൻ പോയിന്റ് നമുക്ക് അനലൈസ് ചെയ്യണമെങ്കിൽ, വിഷ്വലൈസ് ചെയ്യണമെങ്കിൽ വി ഹാവ് ടു യൂസ് ആൻ ഇൻഡിക്കേറ്റർ. ഇൻഡിക്കേറ്റർ 2 തരമാണ്, എക്സ്റ്റേണൽ ഇൻഡിക്കേറ്റർ ഓർ ഇന്റേണൽ ഇൻഡിക്കേറ്റർ. ഇന്റേണൽ ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് കൂടുതലായിട്ടും ഈ മോർസോൾട്ട് ഡൈക്രോമേറ്റ് ടൈട്രേഷൻസിൽ ഉപയോഗിക്കുന്നത് ഈ 3 എണ്ണമാണ്. അതായത് ഡൈഫിനൈൽ അമീൻ, ഡൈഫിനൈൽ ബെൻസിഡീൻ ആൻഡ് ഡൈഫിനൈൽ അമീൻ സൾഫണേറ്റ്. ഈ പറയുന്ന 3 ഇൻഡിക്കേറ്റേഴ്സിന്റെയും കളർ ചേഞ്ച് ഇങ്ങനെയാണ്. ഗ്രീൻ കളറിൽ നിന്ന് അവ എൻ പോയിന്റിന് ശേഷം ഒരു വയലറ്റ് കളറിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പൊ ഈ ഒരു വയലറ്റ് കളർ അപ്പിയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം റിയാക്ഷൻ കംപ്ലീറ്റ് ആയി. ഇനി ഡൈക്രോമെട്രിയുടെ മറ്റൊരു അഡ്വാൻറ്റേജ് നമുക്ക് പറയാൻ പറ്റുന്നത്, HCl ഡിസോൾവ് ചെയ്യുന്ന സൊല്യൂഷൻസിനെ നമുക്ക് ഡൈക്രോമേറ്റ് ഉപയോഗിച്ച് ടൈട്രേറ്റ് ചെയ്യാം. ഇവിടെ ഒരു പ്രശ്നമുള്ളത് ഓർത്തിരിക്കേണ്ടത്, തൊട്ട് മുമ്പ് പറഞ്ഞ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഇറ്റ് ക്യാൻ ആക്ട് ഓൺലി വിത്ത് സൾഫ്യൂരിക് ആസിഡ്. ആസിഡ് മീഡിയം വേണം. ആ ആസിഡായിട്ട് നമുക്ക് സൾഫ്യൂരിക് ആസിഡ് മാത്രമേ എടുക്കാൻ പറ്റൂ എന്ന് ഞാൻ അവിടെ പറഞ്ഞിരുന്നു. കാരണം പൊട്ടാസ്യം പെർമാംഗനേറ്റിന്റെ കൂടെ HCl വന്നാൽ ആ HClനെ ഓക്സിഡൈസ് ചെയ്യിച്ച് ക്ലോറിൻ ഗ്യാസ് ആക്കാനുള്ള ഒരു ചാൻസ് KMnO4 ശ്രദ്ധിക്കുക, KMnO4 കൂടെ
HCl എന്നുള്ളൊരു ആസിഡാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ആ HClനെ ഓക്സിഡൈസ് ചെയ്ത് ക്ലോറിൻ ഗ്യാസ് ലിബറേറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസ് KMnO4-നുണ്ട്. എന്നാൽ ഈ K2Cr2O7 അതായത് ഡൈക്രോമേറ്റ്, പൊട്ടാസ്യം ഡൈക്രോമേറ്റിന് അങ്ങനെ ഒരു റിയാക്ഷൻ നടക്കാൻ ഉള്ള സാധ്യതയില്ല. ഡൈക്രോമേറ്റ് HClനെ ഓക്സിഡൈസ് ചെയ്ത് ക്ലോറിൻ ആക്കില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഡൈക്രോമേറ്റിന്റെ കൂടെ HCl എടുക്കാം, അല്ലെങ്കിൽ സൾഫ്യൂരിക് ആസിഡും എടുക്കാം. എന്നാൽ KMnO4-ന്റെ കൂടെ ഒരിക്കലും നമ്മൾ HCl എന്നുള്ള ഒരു ആസിഡ് എടുത്ത് ആസിഡ് മീഡിയം പ്രൊവൈഡ് ചെയ്യാറില്ല. അതിന്റെ റീസൺ ഇതാണ്, HClനെ ഓക്സിഡൈസ് ചെയ്ത് ക്ലോറിൻ ഗ്യാസ് ലിബറേറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി അവിടെ വരും. എന്നാൽ ഡൈക്രോമേറ്റിന് അതില്ല. അത് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. ഇതാണ് ഡൈക്രോമെട്രി. ഓക്കെ, താങ്ക് യു.